ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എൻ്റെ കസിൻ സിസിനെ ശ്രീകുട്ടിക്ക് പല്ലിന് ക്ലിപ്പിട്ടിട്ട് കുറേയായി. അപ്പോൾ ഇന്നാണ് നമുക്ക് പല്ലിൻ്റെ ക്ലിപ്പ് ടൈറ്റ് ആക്കേണ്ട ദിവസം. നമ്മൾ ബസ്സിനാണ് വന്നിട്ടുണ്ടായത്. അവിടെ നിന്ന് കുറച്ചൊന്നും നടക്കാനുണ്ട്. അങ്ങനെ നേരെ നടന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോഴേക്കും നല്ല തിരക്ക്. എന്നിട്ട് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു അപ്പുറം ബെഞ്ചുണ്ട്, ആടെ ഇരുന്നു, അതാ നല്ലത്, ഇതിനുള്ളിൽ എന്തായാലും ഇരിക്കാൻ പറ്റില്ല എന്ന്. അത്രയും തിരക്കുണ്ടായിന്. അങ്ങനെ നമ്മൾ അപ്പുറം ബെഞ്ചിൽ പോയിട്ടിരുന്നു. ഞാനും പല്ലിന് ക്ലിപ്പിടണമെന്ന് കുറേയായി വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ പല്ലിന് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എവിടെ കാണിച്ചാലും ഡോക്ടർ പറയും പല്ല് പൊരിക്കണമെന്ന്. പല്ല് പൊരിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ലേറ്റ് ആയത്. എപ്പെങ്കിലും ധൈര്യം സംഭരിച്ച് പല്ല് പൊരിക്കാൻ വേണ്ടി പോകണം. അതിനടക്കാൻ അപ്പുറത്തെ വീട്ടിൽ ഈ ഒരു സപ്പോട്ട മരം കണ്ടത് നിറച്ചും സപ്പോട്ട, ഒന്നും രണ്ടൊന്നല്ല, ഇഷ്ടം കണക്കിയുണ്ട്. എൻ്റെ വീട്ടിലുണ്ടെങ്കിലും ആരാൻ്റെ വളപ്പിൽ കാണുമ്പോൾ അതും വേണമെന്നുള്ളൊരു മോഹമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. അതിനുള്ളിൽ ഫുള്ള് സപ്പോർട്ടാണ്, ചാകര കണക്കിയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചേരം ആടിയിരുന്നു. ആ ഇരിക്കുന്നതിനിടയിൽ കുഞ്ഞാവരെ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് നല്ലൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ കിട്ടിയത്. അതാണ് ഇൻസ്റ്റയിൽ പോസ്റ്റ് ആക്കിയിട്ടുണ്ടായത്. അങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ശ്രീകുട്ടിയുടെ പേര് വിളിച്ചു. അങ്ങനെ അവൾ പല്ലിന് ക്ലിപ്പെല്ലാം ടൈറ്റാക്കി. ഞാൻ ഇന്നലെ സുഹൃത്തായിട്ടിൻ്റെ വീട്ടിലാണ് ഉണ്ടായത്. അപ്പോൾ രാവിലെ വീട്ടിലേക്ക് എത്തിയാടും എനിക്കാണെങ്കിൽ ഒന്നും കഴിഞ്ഞിട്ടായിട്ട് ബസ്സിനാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ എൻ്റെ ശ്രീകുട്ടിനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീയും കുഞ്ഞായും പോയിക്കോ, ഞാൻ വരുന്നില്ല പറഞ്ഞു. ഇവളും കുഞ്ഞാവാണെങ്കിൽ ശ്രീകുട്ടിയും കുഞ്ഞാവാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നത് നീയും വാ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാണ്ട് ഞാനും പോയി. എനിക്കാണെങ്കിൽ ചെറിയൊരു തലവേദന പോലെല്ലാം ഉണ്ടായിനി. ഇടത്തിയപ്പം കുറച്ച് നോക്കിയായി. അതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു വിശപ്പ് വന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായി. അപ്പം കുറച്ച് പൈസ കുറവുണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛാ കുറച്ച് പൈസ കുറവുണ്ട്, അച്ഛൻ അയച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഞാൻ ആ വാത്തന്നെ ഉണ്ട്, ഞാൻ വരാം, അച്ഛൻ മേടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അതിനിടയ്ക്ക് നമുക്ക് പഞ്ചായത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. അങ്ങനെ പഞ്ചായത്തിലും പോയി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്